ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ നമ്മുടെ അടുക്കള മുറ്റത്ത്, അതായത് അടുക്കള തോട്ടത്തിൽ വിരിഞ്ഞ നമ്മുടെ വെജിറ്റബിളാണ്. ഇതിപ്പോൾ തടിയങ്ക എന്ന് പറയും. എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ തടിയങ്ക എന്നാണ് പറയുന്നത്. നമ്മളെ വെള്ളരി പോലെ ഇരിക്കും. പിന്നെ കത്തിരിക്ക, വെണ്ടയ്ക്ക, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ലൊരു സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഞാൻ കുക്കറിലേക്ക് സാമ്പാർ പരിപ്പും അമരയ്ക്ക, പിന്നെ അതിന് വേണ്ടുന്ന ആദ്യം ഞാൻ നല്ല വേകുന്ന സംഭവം, അതായത് ഒത്തിരി നേരം വേകാനുള്ള സംഭവങ്ങളാണ് ആദ്യം കട്ട് ചെയ്തിടുന്നത്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ചേമ്പ് അതെല്ലാം കട്ട് ചെയ്തിട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ അടുത്ത് കൊണ്ടുവന്ന വെജിറ്റബിളെല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ ഒറ്റ വിസിലേ ഞാൻ കേൾപ്പിക്കുകയുള്ളൂ. അത് കൂടുതൽ വിസിൽ കേട്ടാൽ അത് കരിഞ്ഞു പോകും. പിന്നെ ഇന്ന് എനിക്ക് സാമ്പാർ പൊടി ഞാൻ സെൽഫ് കുക്കിംഗ്, അതായത് സാമ്പാർ ഞാൻ തന്നെ ഇന്ന് സാമ്പാർ പൊടിക്ക് വേണ്ടുന്നുള്ള എല്ലാം തയ്യാറാക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ സാമ്പാർ പൊടി പാക്കറ്റ് പൊടി വാങ്ങി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എനിക്ക് നല്ല മൂഡ് തോന്നി സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത്. അടിപൊളിയാണത്. വറ്റൽ മുളകും പിന്നെ മല്ലിയും, അതായത് വലിയ കട്ടിയുള്ള കായവും കൂടെ ആദ്യം ഞാൻ വറുത്ത് മാറ്റിയതിന് ശേഷം അതിൽ പിന്നെ അത് മാറ്റിയിട്ട് അതിൽ പിന്നെ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, അതും വറുത്ത് മാറ്റി, പിന്നെ ജീരകം, കടുക്, ഉലുവ അത് വറുത്ത് മാറ്റിയതിന് ശേഷം കറിവേപ്പിലയും വറുത്ത് എല്ലാം മാറ്റി അത് നന്നായിട്ട് പൊടിക്കും. നന്നായിട്ട് പൊടിച്ചതാണ്ട് ഇത്രയും സംഭവങ്ങളാണ് ഞാൻ വറുത്ത് വെച്ചത്. അതെല്ലാം നന്നായിട്ട് പൊടിച്ച് വെച്ചതിന് ശേഷം ആ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് കടുകും ജീരകവും താളിച്ച് അതിലേക്ക് ഞാൻ വെണ്ടയ്ക്കയും, അതായത് നമ്മുടെ തക്കാളിയും അതിലിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിതിപ്പോൾ കുക്കറിൽ മറ്റ് വെജിറ്റബിളിൻ്റെ കൂടെ ഇടാറില്ല. അത് വഴറ്റിയതിന് ശേഷം അത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച സാമ്പാറിൻ്റെ മിശ്രിതം, അതായത് വറുത്ത് പൊടിച്ച് വെച്ചതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 3-3.5 സ്പൂൺ മാത്രമേ ഞാൻ ഇപ്പോൾ വഴറ്റിയതിലേക്ക് ചേർക്കുള്ളൂ. കാരണം ഞാനിപ്പോൾ പൊടിച്ച് വെച്ചത് എനിക്ക് 2 ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു 3-3.5 സ്പൂൺ ചേർത്താൽ മതി. നല്ല ഉഴുന്ന പരിപ്പിൻ്റെയും പിന്നെ കടലപ്പരിപ്പും എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ല തിക്കായി വരും. അരിയുടെയും എല്ലാത്തിൻ്റെയും പൊടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് സാമ്പാർ മിക്സ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത് 2 പ്രാവശ്യം സാമ്പാർ വയ്ക്കാനുള്ള പൊടിയുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് മിക്സ് ചെയ്ത് എല്ലാം ഒഴിച്ചതിന് ശേഷം നല്ല സാമ്പാർ മിക്സ്, അതായത് കുക്കറിലേക്ക് തന്നെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മല്ലിയില ഇട്ട്, പിന്നെ അല്പം മധുരം, ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും അല്പം ചെറിയൊരു അളവിന് മതി. അത് ഇതിൻ്റെ എരിവിൻ്റെ ബാലൻസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയൊരു സാമ്പാറാണ്. ഇതിനു മുമ്പ് ഞാൻ പല രീതിയിലുള്ള സാമ്പാർ, അതായത് പപ്പായ സാമ്പാർ, പിന്നെ ഒത്തിരി പലതരം സാമ്പാർ, മുരിങ്ങയില സാമ്പാർ ഒത്തിരി ഉണ്ട്. ഞാൻ സാധാരണ സാമ്പാർ അങ്ങനെ 3-4 ഐറ്റം സാമ്പാർ ഞാൻ നമ്മുടെ ചാനലിലേക്ക് ഞാൻ ഉണ്ടായിരുന്നു. അത് ആഗ്രഹം ഇഷ്ടമുള്ളവർക്ക്, എല്ലാവരും കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. നല്ല അടിപൊളിയാണ്. കണ്ടതുകൊണ്ട് നഷ്ടമാവില്ല. നല്ല ടേസ്റ്റുള്ള സാമ്പാറുകളാണ് അതെല്ലാം. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് എല്ലാവരുടെയിലും ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.